ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ നായകനായി ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ, നെഗറ്റീവ് അഭിപ്രായമാണ് മിക്കവാറും എല്ലാ കോളുകളിൽ നിന്നും വന്നത്. എന്നാൽ ഈ നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായഗതിയോ ഒന്നും തന്നെ സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയിലെയും രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെയും ഈ സിനിമയുടെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ശിവദ, ശ്രാവൺ മുകേഷ്, മാളവിക മനോജ്, ദേവനന്ദ, സിദ്ധാർത്ഥ് ഭരതൻ, അഭിലാഷ് പിള്ള, ജൂഹി മേനോൻ എന്നിങ്ങനെ വളരെ മികച്ചൊരു താരനിര അണിനിരന്ന ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 1,32,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് റിവ്യൂ സിനിമയെ ബാധിക്കുമെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കളക്ഷൻ കുറയേണ്ടതാണ്. എന്നാൽ അതിന് വിപരീതമായ ഒരു കളക്ഷൻ വിവരമാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസമായ ശനിയാഴ്ച കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,56,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 2,88,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. അതേസമയം മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ തീവാറ് ബുക്കിംഗും കളക്ഷനുമാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 2,20,00,000 മുതൽ 2,50,00,000 രൂപ വരെ കളക്ട് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഈ സിനിമ 5 കോടിക്ക് മുകളിൽ ഏകദേശം 5,50,00,000 റേഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 5.5 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 9 കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ സൂ ഫ്രം സോ എന്ന കന്നഡ സിനിമയാണ്. JP തുമിനാട് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ജൂലൈ 25-നായിരുന്നു തിയേറ്ററിലെത്തിയത്. ഈ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. ഷനീൽ ഗൗതം, രാജ്ബി ഷെട്ടി, JP തുമിനാട്, സന്ധ്യ അരക്കരെ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 32 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം 42 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ ഏകദേശം 90 ലക്ഷം 1 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 33 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. MC ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത മീശ എന്ന സിനിമ ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. ഷൈം ഡോൺ ചാക്കോ, ഹക്കിം ഷാ, കദിർ, ശ്രീകാന്ത് മുരളി, ജിയോ ബേബി, ഉണ്ണി ലാലു, സുധി കോപ്പ എന്നിങ്ങനെ താരങ്ങൾ അഭിനയിച്ച ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 14,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രവീൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 17-ന് തിയേറ്ററിലെത്തിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്ന സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 5,87,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം റേഞ്ചിലാണ്. 5,89,00,000 രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായി വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും 7-7.5 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ നിലവിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. C5 OTT പ്ലാറ്റ്ഫോം വഴി ഈ വരുന്ന ആഗസ്റ്റ് 14-ന് ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. വിജയ് ദേവരകൊണ്ട നായകനായി ഗൗതം തിന്നനൂരി തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 31 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സ്പൈ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കിങ്ഡം. സിത്താര എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെയും കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 67 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം സാക്കിനൊക്കെ ഉൾപ്പെടെ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം 39,35,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ഈ സിനിമയുടെ 3 ദിവസത്തെ വിദേശ കളക്ഷൻ 17,15,00,000 രൂപയുമാണ്. 56,50,00,000 രൂപയാണ് ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അതേസമയം 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15 കോടി റേഞ്ചിലാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 70 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 80 കോടി മറികടക്കാനാണ് സാധ്യത. അത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ നാളെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കിങ്ഡം എന്ന തെലുങ്ക് സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 3 ദിവസം കൊണ്ട്, അതായത് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് 1,18,00,000 രൂപയാണ് ഇവിടെ കളക്ട് ചെയ്തത്. ഇന്ന് 35 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സൺ ഓഫ് സർദാർ 2. വിജയകുമാർ അറോറ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവ്ഗൺ, മൃണാൽ താക്കൂർ, രവി കൃഷ്ണൻ, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. 2012-ൽ തിയേറ്ററിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 15,50,00,000 രൂപയാണ്. 18,60,00,000 രൂപയാണ് 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ആദ്യ 2 ദിവസം കൊണ്ട് 4 കോടി കളക്ട് ചെയ്ത് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 22,60,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14-15 കോടി റേഞ്ചിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് 35 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ജൂലൈ 25-ന് തിയേറ്ററിലെത്തിയ ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ.
മഹാവതാർ ഫ്രാഞ്ചൈസിയിലെ ആദ്യ സിനിമ കൂടിയായ മഹാവതാർ നരസിംഹ സംവിധാനം ചെയ്തിട്ടുള്ളത് അശ്വിൻ കുമാറാണ്. ഒരു ആനിമേഷൻ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ബോക്സ് ഓഫീസ് തരംഗമാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മാത്രം കളക്ട് ചെയ്തത് 18,35,00,000 രൂപയായിരുന്നു. ആദ്യ 9 ദിവസം കൊണ്ട് 80,75,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 9 ദിവസം കൊണ്ട് 2,25,00,000 രൂപയാണ് വിദേശ കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ടോട്ടൽ 9 ദിവസം കൊണ്ട് 83 കോടി രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും വമ്പൻ തരംഗമായി ബുക്കിംഗ് തുടരുന്ന ഈ സിനിമ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. വിജയ് സേതുപതി, നിത്യ മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡ്യരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂലൈ 25-ന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. ഈ സിനിമ 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6,75,000 രൂപയായിരുന്നു. ആദ്യ 9 ദിവസം കൊണ്ട് 1,09,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഏകദേശം 47 കോടി രൂപ 9 ദിവസം കൊണ്ട് സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ കളക്ഷനായി ആദ്യ 9 ദിവസം കൊണ്ട് 14 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 10ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ തലൈവൻ തലൈവി എന്ന വിജയ് സേതുപതി സിനിമ 65 കോടി റേഞ്ചിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവർ പ്രധാന താരങ്ങളായി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 25-ന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാരീസൺ. ചിത്രം വളരെ മികച്ച അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തതെങ്കിലും അതിനനുസരിച്ചുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല. കേരളത്തിൽ 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ 3,75,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. ആദ്യ 9 ദിവസം കൊണ്ട് 1,60,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. തമിഴ്നാട്ടിൽ 9 ദിവസം കൊണ്ട് 5 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 8.5 കോടി രൂപയും പ്രതീക്ഷിക്കുന്നു. ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിയിലെ 5ാമത്തെ സിനിമയായ ഹൗസ്ഫുൾ 5 തിയേറ്ററിലെത്തിയത് ജൂൺ 6-നായിരുന്നു. തരുൺ മൻസൂഖാനി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, റിതേഷ് ദേശ്മുഖ്, ജാക്ലിൻ ഫെർണാണ്ടസ്, സോനം ബജ്വ, നർഗീസ് ഫക്രി, ഡിനോ മോറിയ എന്നിങ്ങനെ ബോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഫൈനൽ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ഫൈനൽ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 183 കോടി 38 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി 218 കോടി 42 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 70 കോടി 25 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 288 കോടി 67 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. പവൻ കല്യാൺ നായകനായി ക്രിസ് ജഗർലമുടി, AM ജ്യോതികൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് ജൂലൈ 24-ന് തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് 1. ചിത്രത്തിൽ ബോബി ഡിയോൾ, നിധി അഗർവാൾ, സത്യരാജ്, നാസർ, സുനിൽ, കബീർ ദുഹാൻ സിംഗ്, കബീർ ബേദി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 82 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 96 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 110 കോടി 50 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ആമിർ ഖാൻ നായകനെ RS പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ 20-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സിദ്ധാരെ സമീംബാർ. ജനീലിയ ഡിസൂസ, അരൂഷ് ദത്ത, ഗോപികൃഷ്ണ വർമ്മ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ നിലവിൽ 200 കോടി 59 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശ കളക്ഷനായി ഈ സിനിമ 66 കോടി 75 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 267 കോടി 34 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.